നമസ്കാരം സർ. നമസ്കാരം. പക്ഷേ വേറൊരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത, ഇത് കലാകാരന്മാരായിട്ടുള്ള ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സങ്കടകരമായ ഒന്ന് തന്നെയാണ്. മനുഷ്യ സ്നേഹികൾക്ക് ഇത് സങ്കടകരമായ കാര്യമാണ്. റൂത്ത് പോസ്നർ അറിയാമല്ലോ, ബ്രിട്ടീഷ് പോളിഷ് വളരെ പ്രഗത്ഭയായിട്ടുള്ള നടിയും നർത്തകിയും ഒക്കെ ആയിട്ടുള്ള റൂത്ത് പോസ്നർ 96-ാം വയസ്സിൽ അവരുടെ ഭർത്താവും 97 വയസ്സായി അദ്ദേഹത്തിന്. അവർ രണ്ടുപേരും മരണത്തിലേക്ക് യാത്രയായി, സ്വയം നടന്നുപോയി. ഈ മരണത്തിലേക്ക് സ്വയം നടന്നു പോകുന്ന ഈ കാഴ്ച മാഷ് സ്വയം നടന്നുപോയി എന്ന പ്രയോഗം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മരണത്തെ നോക്കിക്കണ്ടാൽ മരണം ഒരു മറയൽ മാത്രമാണെന്നാണ് നമ്മൾ സൈദ്ധാന്തികമായിട്ട് പറയുക. ഇപ്പം നമുക്ക് കാശി അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു അതിമനോഹരമായ ഒരു മരണത്തെക്കുറിച്ചുള്ള സങ്കല്പം കാശിയിലുണ്ട്. ഈ വൃദ്ധരായിട്ടുള്ള സന്യാസിമാര്, രോഗികളായിട്ടുള്ള ആളുകളൊക്കെ അവിടെ വന്നിട്ട് സ്നാനഘട്ടങ്ങളിലേക്ക് സ്വയം വെള്ളത്തിൽ മരണത്തിലേക്ക് കീഴടങ്ങുന്ന, അത് അവിടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കസ്റ്റം പോലെ അതങ്ങനെ അനുവർത്തിച്ചു പോകുന്ന ഒന്നാണ്. കാര്യം അവർക്കൊക്കെ അവർ മരണം ആഗ്രഹിക്കുന്നു, ഇനി ജീവിച്ചിരിക്കാൻ അവർക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും ഒരു നിർമ്മാണത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്, അവരുടെ ശരീരം. അപ്പോൾ ഇത്തരത്തിൽ ലോകത്തുള്ള പല രാജ്യങ്ങളിലും, ഇന്ത്യയിലത് നിയമപരമായിട്ട് അനുവദനീയമല്ല ദയാവധം എന്നല്ല, യുത്തനേഷ്യ എന്നാണ്, യുത്തനേഷ്യ എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. യുത്തനേഷ്യ എന്ന് പറയുന്നത് ഡോക്ടറുടെ സഹായത്തോടെ ഡോക്ടർ മരുന്ന് നമുക്ക് നൽകുകയും മരണത്തിലേക്ക് വിടുകയും ചെയ്യുന്നതാണ്. അതേസമയം ദയാവധം എന്ന് പറയുന്നത് രോഗി ഇത് വാങ്ങിക്കുകയും അസിസ്റ്റഡ് ഡെത്ത് എന്നാണ് പറയുക. രോഗി ഇത് വാങ്ങിക്കുകയും രോഗിയുടെ സമ്മതത്തോടെ രോഗി അത് കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ രീതിയാണ് ഇവര് റൂത്ത് പോസ്നർ ഏറ്റെടുത്തതെന്ന് പറയുന്നു. അവരുടെ ഈ മരണം അവർ ഹൃദയസ്പർശിയായിട്ടുള്ള, മാഷ് അത് വായിച്ചിട്ടുണ്ടാവും, ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു മെസ്സേജാണ് അവരുടെ ബന്ധുക്കൾക്കൊക്കെ അയച്ചിരിക്കുന്നത്. ഈ ഒരു കാഴ്ച നമുക്ക് പലപ്പോഴും നമ്മുടെ വളരെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ വന്നിട്ട് മരണത്തിന് വേണ്ടി കാത്തു കിടക്കുമ്പം നമുക്കറിയാം അവർ മരണത്തിലേക്ക് നടന്നടുക്കുകയാണ്. അപ്പോൾ വെന്റിലേറ്ററുടെ സഹായത്തോടെ നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ പലപ്പോഴും ഇത് ചെയ്യുമ്പം മാസങ്ങളോളം ഒക്കെ നീട്ടിവെച്ച ഈ മരണം എങ്ങനെ നീട്ടിവെക്കുമ്പോൾ മരണം നമുക്കങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് തന്നെയാണ്. പക്ഷെ അത് വെക്കുമ്പോൾ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. നമ്മുടെ പ്രിയപ്പെട്ട എം ഡി സാറ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ ഒരു കാരണവശാലും എൻ്റെ വെന്റിലേറ്ററിൽ വെക്കരുത് എന്നാണ്. വെന്റിലേറ്ററിൽ വെച്ചോ ഇല്ലയോ എന്നുള്ള തർക്കങ്ങളൊക്കെ, വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനകത്തൊരു ഒരു കാര്യമുണ്ട്, അത് സ്വാഭാവികമായ മരണത്തിന് മനുഷ്യനെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്വാഭാവികമായ മരണത്തിലേക്ക് നടന്നുപോയ ഒരു പ്രഗത്ഭയായ ഒരാളാണ് അവർ. മാഷക്ക് ഈ ഒരു വിഷയം എങ്ങനെയാണ്? ഒന്നാമത് അവർ ലോകപ്രശസ്തയായ ഒരു കലാകാരിയുടെ ഡിമൈസ്, അവരുടെ ഒരു വിയോഗം ഏതൊരു സഹൃദയനെയും വേദനിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ എന്നെന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നാണല്ലോ ഏത് കലാകാരനെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുക. ആ അർത്ഥത്തിൽ അവരുടെ വിയോഗത്തിൽ എനിക്ക് തീർച്ചയായിട്ടും വലിയ സങ്കടമുണ്ട്. രണ്ടാമത്തെ കാര്യം, അവർ വെറും ഒരു കലാകാരി മാത്രമല്ല, അവർ അത്ഭുതം കൂടിയാണ്. അവർ ഹോളോകാസ്റ്റിനെ അതിജീവിച്ച ഒരാളാണ്. ഒരു ആലോചിച്ച് നോക്കൂ, 1 കോടി 1.5 കോടി മനുഷ്യരെ ഹിറ്റ്ലർ 2ാം ലോക മഹായുദ്ധകാലത്ത് കൊന്നപ്പോൾ അതിലേതാണ്ട് 60 ലക്ഷം ജൂതന്മാരായപ്പോൾ ഒരു ജൂതയായ അമ്മയുടെ ഗർഭത്തിൽ പിറന്നു എന്ന കുറ്റമല്ലാതെ ഈ ഭൂമിയിൽ ഒരു ക്രൈമും ചെയ്തിട്ടില്ലാത്ത മനുഷ്യരെയാണ്. അങ്ങനെ വംശീയമായ ഉന്മൂലനത്തിന്റെ ഭാഗമായി നിന്നപ്പോൾ നിർഭാഗ്യവശാൽ ആ കൂട്ടത്തിൽ ഒരാളാണ് റൂത്ത്. ആലോചിച്ച് നോക്കൂ, ആ മരണത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അവർക്ക് എന്നാ എനിക്ക് തോന്നുന്നത് 45-ലൊക്കെ അവർക്ക് 15-16 വയസ്സ് കാണുള്ളൂ. അതിജീവിച്ചു അവര്. എന്നുവെച്ചാൽ മരണം മാറ്റി വെക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് വളരെ സമർത്ഥയായിട്ട് ഒരു കത്തോലിക്ക പെൺകുട്ടിയായി അഭിനയിച്ച് ജീവിച്ചു കുറച്ചു കാലം. അതൊക്കെ അതിജീവനത്തിന്റെ അപാരമായ, അവരൊരു ആക്ടർ ആവുന്നതിന് മുമ്പ് ജീവിതത്തിൽ അവർ അഭിനയിച്ചു, ജീവിതത്തിൽ വലിയ അങ്ങനെ അഭിനയിച്ചു. അവരുടെ യഥാർത്ഥ അഭിനയം അവിടെയാണ്. ആ അഭിനയം നമുക്ക് അത്ഭുതകരമാണ്. എന്നിട്ട് ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ ഹിറ്റ്ലറുടെ ഗില്ലറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നല്ലോ, അതിൽ നിന്നാണ് അവർ നടിയാകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പിന്നീട് അവർ എഴുതി അവരുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ അതിന്റെ ഈ റെൻമിസ് ഈ എന്താ പറയുക ശകലങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് അവരുടെ അത്ഭുതം. അപ്പോൾ അത്ഭുതകരമായി ജീവിച്ച് പിന്നെ അവർ ഇംഗ്ലണ്ടിൽ എത്തിയിട്ടാണ് നടിയാവുന്നതൊക്കെ. പിന്നെയാണ് അവർക്ക് ജീവിക്കാൻ തീരുമാനിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടത് അവിടെ എത്തുമ്പോഴാണ്. അത്ര ഭീകരമായിരുന്നല്ലോ അന്നത്തെ ജർമ്മനി. ഹോളോകാസ്റ്റിനെ അതിജീവിച്ച കലാകാരിയാണ്. അതാണ് അവരുടെ ഏറ്റവും പോസിറ്റീവായ കാര്യം. എന്തായാലും അവർ മരിക്കുന്നു. പക്ഷേ ആ മരണത്തെ പ്രോവിഞ്ചി കാണുന്ന ഒരു സങ്കടത്തോടെയല്ല ഞാൻ കാണുന്നത്. അത് ഏതൊരു മനുഷ്യൻ്റെ അവകാശമാണ്. എനിക്ക് തോന്നുന്നു ജീവിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഒരു വംശീയതയുടെ പേരിൽ കൊല്ലപ്പെടാതെ
ജന്മം ഒരു അയോഗ്യതയാവാതെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതിയ ഒരു സ്ത്രീയാണ് അവര്. അതെ. ഇപ്പൊ മരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതി അവരത് നേടിയെടുത്തു. പോരാടി എന്നാണ് നമുക്ക് പറയുക. ഇതൊരു ചെറിയ ഇഷ്യൂ അല്ല സാറേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മരിക്കാനുള്ള അവകാശം വളരെ പ്രധാനമാണ്. അത് ആത്മഹത്യ ചെയ്യാൻ പോലുള്ള അവകാശം ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ചില അതിന്റെ സാഹചര്യം കൊണ്ട് നമുക്ക് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഉദാഹരണത്തിന് ഹെമിംഗ്വേ, എനിക്ക് ജേർണലിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് എന്നും ആരാധന തോന്നിയിട്ടുള്ള മനുഷ്യൻ. ഞാൻ എന്റെ ഏറ്റവും വലിയ വീര പുരുഷന്മാരിൽ ആളാണ്. സാറിന് അറിയാലോ. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് കൻസാസ് സിറ്റി സ്റ്റാർ എന്ന പത്രത്തിൽ റിപ്പോർട്ടറായിട്ട് ജോലി തരുമ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നിട്ട് അദ്ദേഹത്തിന് ആദ്യം കൊടുക്കുന്ന അസൈൻമെന്റ് സ്പാനിഷ് സിവിൽ വാർ റിപ്പോർട്ട് ചെയ്യാനാണ്. ഓക്കെ സാർ, ഞാൻ പൊയ്ക്കോളാം, പക്ഷെ എനിക്ക് ആദ്യം തരേണ്ട അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ല, ഒരു വാർ കാർഡാണ്. യുദ്ധം ചെയ്യാനുള്ള സോൾജിയർ കാർഡ് ഏത് പത്രക്കാരൻ പറയും സാറേ? അല്ല, മാഷ് ഇപ്പൊ പറഞ്ഞപ്പോൾ ഞാൻ ഈ അടുത്ത് ഞാൻ MD ഹെമിംഗ്വേ ഒരു മുഖവുര വീണ്ടും എഴുതിയിട്ടില്ല. എനിക്ക് MTയെ ക്രിറ്റിക്കലായിട്ട് വായിക്കുന്ന ഒരാളാണ് ഞാൻ. റോബിൻജി അങ്ങനെ കാണണമെന്നില്ല. കാൽപ്പനികതയുടെ ഒരു കാലത്തോടെ MT അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത്തരത്തിൽ ഞാൻ ക്രിറ്റിക്കലായി വായിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ MT എഴുതിയിട്ട് അത്യപൂർവമായ സാധനങ്ങൾ MTയെ കുറിച്ചല്ല, കാൽപ്പനികമായ സാധനങ്ങൾ അപാരാണ്. അപ്പോ അതിലൊന്ന് ശരിയാണ്, എന്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള അതിലൊരു പ്രയോഗമുണ്ട്. അതിലൊരു ഹെമിംഗ്വേ കിഴവനും കടലും എഴുതുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് എഴുത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വാർ വന്നു. വാർ വന്നിട്ട് ഉടനെ അത് നിർത്തി വെച്ചിട്ട് വാർ ഫീൽഡിലേക്ക് പോയി അദ്ദേഹം. അതേന്നെ, കാരണം എന്താ വെച്ചാൽ യെസ് കറക്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ, ഞാൻ യുദ്ധം റിപ്പോർട്ട് ചെയ്യണമോ, എനിക്ക് യുദ്ധം ചെയ്യണം. അങ്ങനെ ഒരാള് ആലോചിച്ചു, ശീതീകരിച്ച മുറിയിൽ ഇരുന്നിട്ട് ഇറാഖ് വാറിനെ കുറിച്ചും നമ്മൾ യുക്രൈൻ വാറിനെ കുറിച്ചും എഴുതുന്നവരാണ് നമ്മൾ ജേർണലിസ്റ്റുകൾ. എനിക്ക് യുദ്ധം ചെയ്തേ ഞാൻ യുദ്ധത്തെ റിപ്പോർട്ട്, ഞാൻ അനുഭവിക്കാത്ത ഞാൻ എഴുതില്ല. അനുഭവിക്കാത്ത ഒന്നും എഴുതില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അതിനിടയിൽ ആണ് അദ്ദേഹത്തിന് ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് തകർത്താണെന്ന് പറയുന്നുണ്ട്. തകർന്നു വീണു, മരിച്ചു എന്ന് ലോകം വിധി എഴുതി. ലോകത്തിലെ അപൂർവ ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന്റെ ഒബിച്വറി അദ്ദേഹത്തിന് തന്നെ കറക്റ്റ് ചെയ്തിട്ട് അതാത് എഡിറ്റർമാർക്ക് അയച്ചു കൊടുത്തു. ആലോചിച്ചു, ഹെമിംഗ്വേ ഈസ് നോ മോർ എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഒബിച്വറി എഴുതാൻ തുടങ്ങി. അപ്പൊ അതിനകത്തുള്ള ഫാക്ച്വൽ മിസ്റ്റേക്ക്, അക്ഷരത്തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇദ്ദേഹം മരിച്ചില്ല. പക്ഷെ മരിക്കാതിരിക്കാനുള്ള കാരണം അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടറോട് പറയുന്നുണ്ട്, നോ, അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഹോപ്പ്ലെസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അല്ല, ഐ എം ഹോപ്പ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ കാരണം? നിങ്ങൾ എന്താ അങ്ങനെ പറയാൻ? ഞാനല്ലേ പറയേണ്ടത്, ഞാൻ ഡോക്ടർ അല്ല. എനിക്ക് ഐ നീഡ് 5 years more in my life. ഡു എ ലോട്ട്. 5 കൊല്ലം എനിക്ക് ആവശ്യമുണ്ട്. അത്രയും പണികൾ എനിക്ക് ചെയ്യാൻ, അത്ര കാൽക്കുലേറ്റ് ആണ് ലൈഫേ. അങ്ങനെ ജീവിക്കാൻ പറ്റണം സാറേ. അപ്പൊ ഞാൻ പറയുന്നത്, അദ്ദേഹം അങ്ങനെ ജീവിച്ചു. 5 കൊല്ലം കഴിഞ്ഞു ആരും അത് മറന്നുപോയി. അദ്ദേഹം പണ്ട് പറഞ്ഞു, ഡോക്ടർക്ക് വലിയ സന്തോഷം, ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഹെമിംഗ്വേ ആക്റ്റീവായി ഒരുപാട് എഴുതി. പക്ഷെ കൃത്യം 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത പൊടുന്നതിന് ഹെമിംഗ്വേ സ്വയം വെടിവെച്ചാൽ. അതാണ് ജീവിതം സ്വയം നിർണ്ണയിക്കുക. ജീവിതത്തിന്മേൽ നമുക്ക് ജന്മത്തിൽ നമുക്ക് യാതൊരു പങ്കുമില്ല, പക്ഷെ മരണത്തിൽ നമുക്ക് ഉണ്ടാവണം. ജീവിതത്തിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഭാഗധേയം ഉണ്ടെങ്കിൽ മരണത്തിലുണ്ടാവും. എനിക്കൊന്ന് റൂത്ത് ഫോസ്റ്ററിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അവര് ഹോളോകോസ്റ്റിനെ അതിജീവിച്ചെത്തിയിട്ട് അവർ മരണം നീട്ടിവെച്ച് അവർക്ക് വേണ്ട സമയത്ത് മതി എന്ന് തോന്നുമ്പോൾ. മാത്രമല്ല, അതിനകത്തൊരു പരസ്പര സഹായം ഉണ്ട് സാറേ. ഇതിന് ഞാൻ സമാനമായിട്ട് ഇപ്പൊ നമുക്ക് അഹിംസയുടെ പ്രവാചകൻ മഹാത്മാഗാന്ധിയാണല്ലോ. ഗാന്ധിയോട് യങ് ഇന്ത്യയിൽ എൻ്റെ വായനക്കടയിൽ ഞാൻ കണ്ടൊരു കൗതുകമാണ്. യങ് ഇന്ത്യയിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായിരുന്നു. പണ്ട് EMSനോട് ചിന്തയിൽ ചോദിച്ചിരുന്ന പോലെ ലോകത്തിലെ ആർക്കും ഒരു പോസ്റ്റ് കാർഡിൽ കത്തയക്കാം. മഹാത്മൻ പല പേരിലും വിളിക്കും ആളുകൾ. മിസ്റ്റർ ഗാന്ധി എന്ന് വിളിക്കും, ചിലർ ബാപ്പുജി എന്ന് വിളിക്കും, അങ്ങനെ പല കുട്ടികളും. അതിൽ അമേരിക്കയിലെ ഒരു ഡോക്ടർ ഇദ്ദേഹത്തിന് ഒരു കത്തയച്ചു. കത്ത് എന്തും ചോദിക്കാം, അങ്ങ് അഹിംസയുടെ വക്താവാണല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടം പറയാണ്. എനിക്ക് ഈ എന്താ പറയാ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു മോളുണ്ട്. അമ്മ മരിച്ചതിന് ശേഷം ഞാനാണ് അവളെ നോക്കുന്നത്. അവൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ എനിക്ക് ക്ഷയരോഗം തോന്നുന്നു, ക്ഷയരോഗം വന്നു, ഞാൻ വാർദ്ധക്യം വന്നു, ക്ഷയരോഗം വന്നു, ഞാൻ മരണാസന്നനാണ്. എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം പറയണം, എനിക്ക് ശേഷം എൻ്റെ മോള് കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യ. അവളെ സഹായിക്കാൻ ആർക്കും, ഞാനല്ലാതെ ഒരാൾക്കും എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ അവളെ കൊന്നോട്ടെ എന്ന് മഹാത്മാഗാന്ധി ചോദിക്കുകയാണ്. ഗാന്ധി അയച്ച മറുപടി ഞെട്ടിപ്പോകും നമ്മള്. ഗാന്ധി ഈ കണ്ട അഹിംസയൊന്നുമല്ല. അഹിംസ എന്നൊക്കെ പറയുന്നത് മാനവികമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ സഹോദര, അതൊരു പുണ്യമാണ്. ഈ യുദ്ധനേഷ്യയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ അത് കാണണം എന്നാണ് ഞാൻ പറയണത്. ഇന്ത്യൻ കോടതികൾ അതൊക്കെ വിലയിരുത്തണം. എന്നിട്ട് അദ്ദേഹം മരുന്ന് കുത്തിവെച്ച് മോളെ കൊന്നിട്ട്, അതേ സമയത്താണ് ഈ പറഞ്ഞ മരണം സ്വയം വരിക്കുകയാണ്. മോളെ കൊന്നിട്ട് മോൾക്ക് കുത്തിവെച്ച് ആ മരുന്നിന്റെ തന്നെ ഡോസ് കുത്തിവെച്ച്. വല്ലാത്ത വൈകാരികമായ ഒരു മുഹൂർത്തം. അപ്പോ
ഇതൊക്കെ കാരുണ്യം കൂടിയാണ്. ചില മരണങ്ങൾ കാരുണ്യം കൂടിയാണ്. മരണത്തിന് വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണ്. മരണത്തിന് ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനി നമുക്ക് ആരോഗ്യമില്ല, അല്ലെങ്കിൽ ഭൂമിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല, നമ്മളെ സ്നേഹിച്ചിരുന്നവർക്കൊക്കെ ഇനി നമ്മൾ ഭാരമായി തീരും എന്ന് കണ്ടാൽ മരണം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം കൊടുക്കുന്നതിൽ എന്താണ്? തിരിച്ചും പലപ്പോഴും തോന്നിയിട്ടുണ്ട് മാഷ്. പല ആളുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്, എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ കിടത്തുന്നത്, മരണമായിരുന്നു ഇതിലും നല്ലത് എന്ന് പറയാറുണ്ട്. പറയാറുണ്ട്. അതെ, ചില മരണ വീട്ടിൽ പോയിട്ട് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഇത് നന്നായിടാ കറക്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ സത്യം പറയുമ്പോൾ പറയാമോ എന്ന് ഞാൻ തോന്നുന്നു. പക്ഷെ അങ്ങനെ കിടക്കുന്നത് ഞാൻ കാണാറുണ്ട്, വർഷങ്ങളായിട്ട് കിടക്കുന്നുണ്ട് സാർ. ഇങ്ങനെ കിടന്നിട്ട് എന്തിനാ? ഇപ്പോഴും ഉണ്ട് ഈ പറഞ്ഞ ബോക്സും ശ്വാസം ഉണ്ടെന്നുള്ള ഒരു തെളിവ് മാത്രമാണ് അസ്ഥികൂടം പോലെ കിടക്കുന്നത്. വെന്റിലേറ്റർ പരിപാടി ഒരു വലിയ വെന്റിലേറ്ററിനെ കുറിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റോബിൻജി പറഞ്ഞത്. ഇപ്പോൾ കാലികം കൂടിയാണത്. വെന്റിലേറ്ററിനെതിരെ ഞാൻ നോക്കുമ്പോൾ മലയാളത്തിലെ കഥകൾക്കിടയിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ കഥകൾക്കിടയിൽ 5-6 കഥകൾ എൻ്റെ കണ്ണിൽപ്പെട്ടു. ഇതൊക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എഴുതിയത് അരീക്കോട്ടെ എൻ്റെ സുഹൃത്തിന് ഔഷാദാണ്. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്, ഇവരിതിനൊക്കെ സാക്ഷിയാണ്. ആവശ്യത്തിനും മരിച്ചു എന്ന് ഉറപ്പുള്ള ആളുകളെ പോലും നമ്മുടെ ഹോസ്പിറ്റൽ വ്യവസായം കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ്. എന്നിട്ട് ഈ വെന്റിലേറ്ററിൽ ഇടുക എന്ന് പറഞ്ഞാൽ, വെന്റിലേറ്റർ ഇടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊന്ന്. രണ്ടാമത്, പലരുടെയും മരണങ്ങൾ ആശുപത്രിക്കാർ നീട്ടിവെക്കുക. രണ്ടാമത്, വെന്റിലേറ്റർ അതുപോലെ ICU ഇതിൻ്റെയൊക്കെ വാടക വലിയ തോതിൽ വാങ്ങാൻ പറ്റും. മരിച്ചിട്ടും ഇങ്ങനെ ആയിരക്കണക്കിന് രൂപ വാങ്ങാനുള്ള ഒരു തന്ത്രം. വേറൊന്ന്, പലരുടെയും സൗകര്യത്തിന് വേണ്ടി മരണം മാറ്റിവെക്കുന്നു എന്ന ആരോപണം പോലും ഉണ്ട്. നമ്മൾ ആരെയും പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല. അത് ബന്ധുക്കൾ വരാൻ വേണ്ടിയും ഒക്കെ, ചിലത് ബന്ധുക്കൾ വരാൻ, നമുക്കതൊരു കുറച്ചുകൂടെ വൈകാരികമായി അതിന് കാണാം. മറ്റതിന് എന്ത് റീസൺ ഉണ്ട്, എന്തൊരു ജസ്റ്റിഫിക്കേഷൻ? അതെ, ചില രാഷ്ട്രീയ നേതാക്കൾ, വലിയ നേതാക്കൾക്ക് ഫ്യൂണറലിൽ പങ്കെടുക്കേണ്ട മരണമുണ്ടെന്ന് വെച്ചോളൂ. അവരുടെ സൗകര്യത്തിന് അവർ വിദേശ യാത്രയിലാണെങ്കിൽ അവർ എത്തുന്നത് വരെ നീട്ടിക്കൊണ്ടുപോകും. നമുക്ക് ജയലളിത മരിച്ചത് ഇങ്ങനെയാണെന്നൊരു വിവാദം ഇന്നുണ്ട്. ഇനി വേറൊന്നുകൂടി ഉണ്ട് സാർ. അറബ് രാജ്യങ്ങൾ പുറത്തൊക്കെ പോയാൽ വേറെയും ചില കാഴ്ചകളുണ്ട്. ഈ മരണം നടന്നാൽ, ഒരു ഭരണാധികാരി മരിച്ചാൽ അയാളുടെ ഫ്യൂണറൽ നടത്തണമെങ്കിൽ അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുക്കണം. ക്രൗൺ പ്രിൻസിനെ തിരഞ്ഞെടുക്കണം. ക്രൗൺ പ്രിൻസ് അല്ല, അടുത്ത പ്രിൻസിനെ അല്ലെങ്കിൽ റൂളർ തിരഞ്ഞെടുക്കണം, കിങ്ങിനെ തിരഞ്ഞെടുക്കണം. അത് പലപ്പോഴും എളുപ്പമാവില്ല. രാജകുടുംബത്തിൽ അവകാശ തർക്കങ്ങൾ. ഞാൻ കേട്ടത് അറബ് രാജാക്കന്മാർ പലപ്പോഴും, സുൽത്താൻമാര്, മഹാരാജാക്കന്മാർ മരിച്ചാൽ ഈ അമേരിക്കൻ ദൂതന്മാർ വരെ, അവരാണല്ലോ അവർ എൻവോയ്സ്, ദൂതന്മാർ വരെ വന്നിട്ട് മരിച്ചു കിടക്കുമ്പോൾ ഇതിൽ തീരുമാനം എടുക്കാൻ ദിവസങ്ങളോളം വൈകും. ഇവിടെ ഈ സങ്കടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പുറകിൽ വലിയൊരു തർക്കം നടന്നു. 2 കാര്യങ്ങളെ പണ്ട് ചെയ്തിരുന്ന തന്ത്രം എന്താണെന്ന് വെച്ചാൽ, പണ്ട് മരണവാർത്ത പുറത്തു വിടൂല, അവർക്ക് സൂക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ചെയ്യുന്നത് മരിക്കാൻ വിടൂല. അതാണ് എളുപ്പം, കുറച്ചുകൂടെ. രണ്ടും വ്യത്യാസമാണ്. അപ്പൊ ഇത് രണ്ടും ഒക്കെ, ഇതൊക്കെ ക്രൈം അല്ലേ സത്യത്തിൽ? സത്യം. ഒന്ന് ആലോചിച്ച് നോക്കും. 97 വയസ്സ്, എനിക്ക് തോന്നുന്നു, എനിക്ക് അവരോട് ഭയങ്കരമായ നിറഞ്ഞ കണ്ണുകളോടെ അവർക്ക് യാത്ര പറയാനാ തോന്നുന്നത്. കാരണം 96 വയസ്സ് വരെ ജീവിച്ചവര് ഒരു മനുഷ്യജന്മത്തിൽ സാധ്യമാകാത്തതൊക്കെ സാധ്യമായി. കലയിൽ സാധ്യമായി, രാഷ്ട്രീയത്തിൽ സാധ്യമായി, സ്വന്തം ജീവിതം പോരാട്ടമാക്കി, ഒടുവിൽ അവർ പോരാട്ടമാക്കി മരിച്ചു. അപ്പോൾ 97 വയസ്സ് വരെ എന്നൊക്കെ പറഞ്ഞാൽ ധാരാളമാണ് സാർ. സന്ദേശം അവർ അയച്ച മെയിൽ, ബന്ധുക്കൾക്ക് അയച്ച മെയിൽ സന്ദേശത്തിൽ അവരത് സൂചിപ്പിക്കുന്നുണ്ട്. മെയിൽ സന്ദേശം ഇതൊരു പക്ഷേ ഇത് കിട്ടുമ്പോഴേക്ക് ഞങ്ങൾ ഉണ്ടാവില്ല, നിങ്ങളുടെ അനുമതി ഇല്ലാതെ ഞങ്ങൾ യാത്ര പോകുന്നതിൽ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടരുത്. അത് മാത്രമല്ല, അതും അല്ല സാർ, അതിന്റെ കൂടുതൽ കാര്യം ആലോചിച്ച് നോക്കും. ഒരു ഇന്റിമസി ഉണ്ടല്ലോ, മരിക്കുമ്പോഴും ഞങ്ങൾ ഒന്നിച്ചേ മരിക്കും തീരുമാനിക്കുന്നതിന്റെ ഒരു ദാമ്പത്യം ഒന്ന് ആലോചിച്ച് നോക്കും. അതിന്റെ ഒരു സുഖം. അതെ അതെ. നമ്മളൊക്കെ ഇപ്പോഴും ഈ പറഞ്ഞ പോളണ്ടുകാരെ കുറിച്ചും യൂറോപ്യൻസിനെ കുറിച്ചും പടിഞ്ഞാറിൻ്റെ പിന്നെ ഈ മനുഷ്യബന്ധങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്ന, അവർക്ക് കുടുംബ ബന്ധത്തിൽ എന്താ പറയുക, ഇന്റിമസി ഇല്ല, നമ്മളാണ് വലിയ കേമന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയല്ല, ആ അർത്ഥത്തിൽ വലിയ മാതൃകയല്ലേ അത്. മരിക്കുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചേ മരിക്കൂ. ഇവിടെ നമ്മൾ വീക്കെൻഡ് പറയും പോലെ സാധാരണ നമ്മൾ മാക്സിമം പറയെന്താ എന്ന് വെച്ചാൽ, അങ്ങ് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മരിക്കണം, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീക്കെൻഡിൻ്റെ ഭാര്യ വീക്കെൻഡിനോട് പറഞ്ഞ കഥ അത്. അപ്പോൾ വീക്കെൻഡ് പറയുന്നൊരു ഉത്തരവുണ്ട് അവസാനം. കുറേ തവണ ഇത് ആവർത്തിച്ചപ്പോൾ വീക്കെൻഡ് പറഞ്ഞു, കൊതിപ്പിക്കല്ലേ കേട്ടോ എന്ന് പറയുന്നുണ്ട് വീക്കെൻഡ്. അതൊക്കെയാണ് നമ്മുടെ ഒരു ലൈഫിൽ പരമാവധി കാണിക്കുന്ന ഒരു ഇന്റിമസി. അതാണ് ഭാര്യയും ഭർത്താവും ആരാദ്യം മരിക്കുന്നുള്ള ആശങ്ക. പക്ഷെ ഒരുമിച്ച് മരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഒരുമിച്ചാണ് ജീവിച്ചതെങ്കിൽ, ഒരുമിച്ചാണ് സ്വപ്നങ്ങൾ പങ്കിട്ടതെങ്കിൽ, ഒരുമിച്ച് അലിഞ്ഞു ചേർന്നാണ് ഈ ഭൂമിയിൽ സ്വർഗം തീർത്തതെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് മരിച്ചുകൂടാ? അങ്ങനത്തെ സംഭവങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭർത്താവ് മരിച്ച അന്ന് തന്നെ
ഭാര്യ വൈകുന്നേരം മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചെന്ന് തന്നെ ഭർത്താവ് യാദൃച്ഛികമായി മരിച്ചു. സംഭവിച്ചതോ യാദൃശ്യമായിട്ട് അതിന്റെ മാനസിക ആഘാതത്തിൽ തന്നെയാണ്. അത് പഴയ ആളുകളിലാണ് അത് കൂടുതലുള്ളത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പുതിയ തലമുറയിലൊന്നും അത്ര ഇല്ല. നമുക്കൊരു കറുത്തമ്മയും ഒരു കൊച്ചു മുതലാളിയൊന്നും നമുക്കിന്നില്ല. തീർച്ചയായിട്ടും അല്ലേ? ഇപ്പൊ മാഷ് ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ സ്നാനഘട്ടങ്ങളിലൊക്കെ കാശിയിലൊക്കെ ഈ മരണത്തിലേക്ക് പോകുന്ന സന്യാസിമാരും പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു സംസ്കാരത്തിലുള്ള ഒരു സംഗതിയാണ് അത് അനുവദനീയവുമാണ്. മാഷ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് മനുഷ്യന് അവനവന്റെ അന്ത്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്ക് തോന്നുന്നു വളരെ പ്രധാനമാണ്. കാരണം മനുഷ്യൻ ഏറ്റവും ദുർബലമാകുന്ന കാലമാണത്. ദുർബലമാകുന്ന കാലത്ത് നമുക്ക് ഒരു തീരുമാനത്തിൽ പങ്കുണ്ടാവില്ല. വീട് നമ്മുടേതല്ലാതാവും, കുടുംബം നമ്മുടേതല്ലാതാവും, സമൂഹം നമ്മുടേതല്ലാതാവും, ഹെൽപ്ലെസ് ആവും. മനുഷ്യൻ നിസ്സഹായനാവുന്ന കാലത്ത് അന്തിമമായി ഒരൊറ്റ കാര്യത്തിലെങ്കിലും ഞാൻ അധികാരിയായി മാറണം, എനിക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടാവും. അതാണ് പോയിന്റ്. അതാണ് ആ അർത്ഥത്തിലാണ് കാണുന്നത്. ദുർബലമാകുന്ന സമയത്ത് എപ്പോഴാണോ നമ്മൾ ഏറ്റവും ദുർബലനാകുന്നത് അന്ന് നമുക്ക് പരമാധികാരം തന്നു നോക്കൂ. ഞങ്ങളൊക്കെ ഇപ്പോൾ കുടുംബത്തിൽ സാറ് നമ്മളൊക്കെ കാണിക്കാറുണ്ടാവും. ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടും ഞങ്ങൾ ഇപ്പോൾ ഫാദർ കുറേ കാലം മുമ്പ് മരിച്ചതുകൊണ്ട് ഉമ്മയാണ് ഞങ്ങളെ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ പറയും, അത് നിങ്ങളാരും പറയരുത്, ഉമ്മ പറയും. അത് പറയാനുള്ള ഒരു റൈറ്റ് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മേൽക്കൈ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ കുടുംബസ്വത്തൊക്കെ വീതം വെക്കുമ്പോൾ ഞങ്ങളുടെ പരമ്പരാഗത സ്വത്തുക്കളൊക്കെ ഞങ്ങൾ ചെയ്തൊരു ഒരു പക്ഷേ ഒരു നല്ലതെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണത്. എല്ലാ പരമ്പരാഗത സ്വത്തുക്കളൊക്കെയും ഈ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോടെ അമ്മയുടെ പേരിലേക്കാണ് മാറ്റി. അവരാണ് എൻ്റെ ഉടമസ്ഥ. അവർക്ക് ഒന്നും ആവശ്യമുണ്ടായിട്ടല്ല, എങ്കിലും സുരക്ഷിതമാണ്, അവിടെ അവർ സേഫാണ്. ആ ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ പറയുന്ന അവസാന കാലത്ത് ഒരാൾക്ക് കൊടുക്കാവുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റാണ്. മാഷ് പറയുന്നത് നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ പെർമിഷൻ ഇല്ലാതെയാണ് വന്നത്. നമ്മുടെ അവകാശം ആയിരുന്നില്ല, റോളില്ലല്ലോ. പക്ഷെ മരിക്കുമ്പോഴെങ്കിലും ഉണ്ടാവണം. ഇത് രണ്ടിപ്പോ നമ്മൾ ഈ റൂത്ത് പോസ്നറുടെ കാര്യം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. ഒന്ന്, അവരുടേതല്ലാത്ത കുറ്റത്തിന് ശിക്ഷിക്കാൻ പോയപ്പോൾ ശിക്ഷയുടെ തൊട്ടുമുഖത്ത് നിന്ന്, അതായത് ഈ മരണമുഖത്ത് നിന്ന് ഫൈറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അതിമനോഹരമായ അഭിനയത്തിലൂടെ രക്ഷപ്പെട്ട ഒരാളാണ്. ഗംഭീരമാണത്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ജന്മം എന്ന് ആലോചിച്ച് നോക്കൂ. രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ മഹാപാപം ചെയ്യുന്നത്. ഒന്ന്, ജന്മം നമ്മുടെ നിയോഗമാണ്, അത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല. അതിൻ്റെ പേരിലാണ് നമ്മൾ മനുഷ്യനെ പണിഷ് ചെയ്യുന്നത്. എന്തൊരു വികൃതമായ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഞാൻ എവിടെ ജനിക്കണം, റോബിൻജി എവിടെ ജനിക്കണം നമ്മൾ തീരുമാനിച്ചതല്ല. ഏത് അമ്മയുടെ ഗർഭത്തിൽ, ഏത് കുടുംബത്തിൽ യാദൃശ്ചികമായി സംഭവിച്ചു പോയതാ. ഇനിയിപ്പോൾ അങ്ങനെ ജനിച്ചത് ഞാൻ പറയുന്ന ഇത്ര കാര്യമുള്ളൂ. അത് യോഗ്യതയോ അയോഗ്യതയോ ആകാൻ പാടില്ലല്ലോ. ഇല്ല, ഞാൻ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞ ഒരാൾ ആരും അങ്ങനെ അവകാശപ്പെടുന്നുണ്ടാവില്ല. നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല. ഒന്ന്, ജന്മം ഒരു യോഗ്യതയല്ല, അയോഗ്യതയുമല്ല. ഇപ്പോൾ ഒരാൾ ദളിതനായി, ചെറുമനായി, പൊലയനായി, ഒരിക്കലും അയോഗ്യതയല്ല. അയോഗ്യതയാണ്. അതിൻ്റെ പേരിൽ ആരെങ്കിലും, പ്രത്യേകിച്ച് ഇപ്പോൾ അഹമ്മദ് മാഷക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ എൻ്റെ വാക്കും പ്രവൃത്തിയുമല്ലേ, കർമ്മം കൊണ്ടല്ലേ, കർമ്മത്തിനല്ലേ. നിങ്ങളൊരു മുസ്ലിം ആയതോ ഞാനൊരു ക്രിസ്ത്യാനി അല്ലല്ലോ, വേറൊരു ജാതിയിലുള്ളതോ ഹിന്ദു ആയതോ അയോഗ്യത. അതാണ്. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ മനുഷ്യരാശി ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം ജന്മത്തെ യോഗ്യതയായിട്ട് കാണുക. എന്താണ് ആന്റി റേസിസം? എന്തിനാണ് ജൂതന്മാരെ കൊന്നത്? ഇത്രയേറെ 60 ലക്ഷം മനുഷ്യരെ അവർ പോലും അറിയാത്തൊരു മഹാപാപം അവരുടെ പേരിൽ ചാർത്തിയിട്ട് ജൂതനാണ്. ലോകം ഇന്ന് വരെ കാണാത്ത ഏറ്റവും വലിയ അതിന്റെ ബാക്കിയല്ലേ സാർ. ഇപ്പോൾ വർണ്ണ വ്യാപാർത്തിയുടെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? വർണ്ണവെറി അതിന്റെ പേരിലാണ്. ഈ വംശീയമായ അതിക്രമങ്ങൾ മുഴുവനും അതാണ് ഇപ്പോഴും തുടരുന്നു. ലോകത്ത് തുടരുകയാണ്. അപ്പോൾ ജന്മത്തിന്റെ പേരിൽ മനുഷ്യൻ, എന്തൊരു തമാശ ആലോചിച്ചു. ഒരു കാരണവശാലും ഒരു മനുഷ്യന്റെ കുറ്റപത്രത്തിൽ ചേർക്കാൻ പാടില്ലാത്തൊരു വാക്കാണ് ജന്മം. അത് അവന്റെ അയോഗ്യതയായി കണക്കാക്കുക, അതിന്റെ പേരിൽ കൊല്ലുക. എന്നാലോ അവൻ്റെ ഭാഗധേയം, അവൻ്റെ ലൈഫ് തീരുമാനിക്കാനുള്ള അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം അവൻ്റെ കർമ്മവും അവൻ്റെ മരണവുമാണ്. മരണം വളരെ പ്രധാനമാണ് സാർ, മരണം വളരെ പ്രധാനമാണ്. എം ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്താണ് ഗാന്ധി? ആ ജീവിതമല്ലാതെ, ആ ജന്മമല്ലല്ലോ, ആ ജീവിതമല്ലാതെ. അടുത്ത ചോദ്യം, എന്താണ് ആ ജീവിതം? ആ മരണമല്ലാതെ. രണ്ട് വരിയിൽ ഗാന്ധിയെ ഇത്ര കൃത്യമായി വരച്ചു വെച്ച ആളാണ് ഗോവിന്ദൻ. ഇപ്പറഞ്ഞ മാതിരി കക്ഷിയാണ്. ജീവിച്ചിരുന്ന കാലത്ത് ഓരോ ഉപദ്രവിച്ച്, അടിച്ച്, ഓടിച്ച്, എന്തൊക്കെ ദ്രോഹമാണ്. ഇപ്പൊ പക്ഷേ ഗോവിന്ദൻ പറഞ്ഞതിലേക്ക് ലോകം തിരിച്ചു വരുന്നുണ്ട്. ഇനി റോബിൻജിക്ക് അറിയാത്തൊരു കാര്യം അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിന് വരുന്നത് വരെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോയ ആളുമാണ്. ഇനി പോകേണ്ട സമയമായി. കാരണം ഇത് ഒരു സമര സംഘടന, ഭരണ സംഘടനയാകുമ്പോൾ
നമ്മൾ അനുഭവിക്കാൻ പോകുന്നു എന്ന് കാലേക്കുട്ടി പറഞ്ഞ ആളാണ്. 57 ആലോചിച്ച് നോക്ക്. എന്തായാലും എങ്ങനെയൊക്കെ ആണെങ്കിലും മരണം ഏത് തരത്തിലുള്ള മരണമാണെങ്കിലും അതൊരു ഓർമ്മപ്പെടുത്തലാണ്. തീർച്ചയായിട്ടും അത് വളരെ വളരെ ശരിയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണം കൂടിയാണ്. ഗാന്ധി മഹാത്മാവ് എന്ന് നമ്മൾ വീണ്ടും ഗാന്ധി ഈ കാര്യത്തിൽ ഗാന്ധി ആവർത്തിച്ച് ഓർമ്മിക്കപ്പെടും. കാരണം കൊളറാഡോയിലെ ഞാൻ പറഞ്ഞില്ലേ, ആ ഡോക്ടർക്കോട് കൊടുത്ത ഉപദേശം, അങ്ങയുടെ മകളെ കൊല്ലുന്നത് പുണ്യമാണെന്ന് പറഞ്ഞില്ലേ, അഹിംസയുടെ പ്രവാചകൻ, അത് ഈ സമയത്ത് ആലോചിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം മരണത്തെക്കുറിച്ച് പറഞ്ഞു. മരണത്തിന് 24 മണിക്കൂർ മുമ്പ് പ്യാരേലാലിനോട് പറഞ്ഞല്ലോ, സെക്രട്ടറിയോട്. അദ്ദേഹം തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്, ദ ലാസ്റ്റ് ഡേയ്സ് ഓഫ് മഹാത്മാ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കുട്ടി ഇതേമാതിരി പ്രാർത്ഥനാ യോഗത്തിന് ശേഷം ആർക്കും എന്തും ചോദിക്കാം ഗാന്ധിയോട്. അപ്പോൾ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് മഹാത്മാവാണെന്ന് എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, അങ്ങ് എന്താ നിഷേധിക്കാത്തത്? കൊച്ചുകുട്ടികളാണല്ലോ ചോദിക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു ഉത്തരവുണ്ട്, മോളെ, അത് പറയാൻ നേരമായിട്ടില്ല. അത് പറയേണ്ടത് എൻ്റെ ജീവിതമല്ല, എൻ്റെ മരണമാണ്. ഞാൻ ഇങ്ങനെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വന്ന് ഭൂമിക്ക് ഭാരമായി പട്ടുമെത്തയിൽ കിടന്ന് മരിച്ചു പോവുകയാണെങ്കിൽ മോള് പറയണം, അവൻ കള്ളനായിരുന്നു, അവൻ ദൈവത്തിൻ്റെ ആളല്ല. അതേ സമയത്ത് എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ പ്രകോപിതനായി ആരെങ്കിലും ഒരാൾ എന്നെ കൊലപ്പെടുത്തുകയാണെങ്കിൽ മോള് തന്നെ ലോകത്തോട് പറയണം, അദ്ദേഹം മഹാത്മാവായിരുന്നു. ഗാന്ധി തന്റെ മരണം കൊണ്ട് അദ്ദേഹം മഹാത്മാവ് ആണ് എന്ന് തെളിയിച്ചതുപോലെ തന്നെ മരണം കൊണ്ട് തെളിയിച്ചതുപോലെ ഞാൻ പറഞ്ഞത് സമാനമായ അതിന്റെ വേറൊരു ആംഗിളിലാണ് മരണവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ഞാൻ ആ പോരാട്ടത്തെ, ഒരു പക്ഷേ അവരുടെ ജീവിതത്തെ സല്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ആ മരണത്തെ സല്യൂട്ട് ചെയ്യാനാണ് തോന്നുന്നത്. അത്ര ധീരമാണ് ആ മരണം. മനോഹരമായ അതിമനോഹരമായ മരണം, എല്ലാ അർത്ഥത്തിലും അതിഗംഭീരമാണ് ആ ജീവിതം. അത്ര ധീരമാണ് അവരുടെ സമരം. അത്യഗാധമായ ഈ ഹൃദയദ്രവീകരണ ശേഷിയുള്ള കലാപ്രവർത്തനങ്ങളാണ് ഞാൻ ചിലതൊക്കെ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അവർ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ മരണം ലോകോത്തരമായൊരു മാതൃകയുമാണ്. മാത്രമല്ല, രണ്ട് ആത്മാവുകൾ ഒന്നിച്ചു ചേർന്ന് ജീവിച്ചു, ഒന്നിച്ചലിഞ്ഞു മരിച്ചു. മരണം ഭയപ്പെടേണ്ട ഒന്നല്ല. മരണത്തിന് എന്തിനും ഭയപ്പെടാനാണ് സാർ? നമ്മൾ ഭയപ്പെട്ടാൽ മാറ്റി നിർത്താൻ പറ്റുമോ? ഇപ്പം എന്നോടും റോബിൻജിയോടൊക്കെ ആളുകൾ ചോദിക്കും, അല്ല നിങ്ങൾ എങ്ങനെയാണ് ഈ അപ്രിയമായ സത്യങ്ങളൊക്കെ എന്തിനാണ് പറയുന്നത്? എനിക്കൊറ്റ ഉത്തരവേ ഉള്ളൂ, ഭയപ്പെട്ടാൽ വാ തുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്രേ ഉള്ളൂ എൻ്റെ കാരണം. മരണത്തെ ഭയപ്പെട്ടാൽ നിങ്ങൾ മരിക്കാതിരിക്കുമോ? അതുകൊണ്ട് മരണത്തെ സ്നേഹിക്കുക. ഇപ്പോൾ നല്ല നല്ല ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് സാർ. ഇപ്പോൾ നമ്മളെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒക്കെ ഡെത്ത് കഫേകളുണ്ട്. ഡെത്ത് കഫേ എന്ന് പറയുന്ന അത്ഭുതകരങ്ങൾ പല ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇത്തരം ആളുകൾ, ആക്ടിവിസ്റ്റുകൾ, ആർട്ടിസ്റ്റുകൾ ഒക്കെ വന്നിട്ട് ഈ ആളുകളെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നിത്യരോഗങ്ങൾ വന്ന മാറാവ്യാധികൾ ബാധിച്ച ആളുകളെ ഭയങ്കര ലൈവാക്കി, ആക്റ്റീവാക്കി, ഡാൻസ് ചെയ്യിച്ച്, പാട്ട് പാടിച്ച് അങ്ങനെയുള്ള കഫേകൾ നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതൊരു വലിയ പ്രചോദനമാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് പോയി ഞാനിനി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നൊരു കാര്യം അതാണ്. ഇവരുടെ ഈ റൂത്ത് പോസ്നർ ഒരു പാഠമാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.